കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സുധീഷിനോട് ഇങ്ങനെ അഭിനയിച്ച് തകർക്കണ രാജീവൻ പറയും, സുധീഷേ നിന്നോട് ഈ ചതി ചെയ്തത് ആരാണ്? ഞാൻ അവനെ ശരിയാക്കാം, ആളറിയോ എന്നൊക്കെ ചോദിക്കേന്. അതിന് ഇനിയിപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ആളൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹരീഷേ എന്ന് വിളിക്കും. അതേ വരുന്നേട്ടാന്ന് പറയും. എന്നിട്ട് ഹരീഷ് ആ ഗുണ്ടനെയും കൊണ്ടിങ്ങനെ വരികയാണ്. എന്നിട്ട് അപ്പോൾ ഗുണ്ടനെ കണ്ടോടുകൂടി എല്ലാം പൊളിഞ്ഞെന്നുള്ള കാര്യം അച്ഛനും മോനും മനസ്സിലാവണ്. അരുണിൻ്റെ മുഖം അങ്ങോട്ട് വിളറി വെളുത്ത് അതേ അവസ്ഥ തന്നെയായിരുന്നു രാജീവനും. രാജീവൻ ഓടിച്ചെന്ന് ഗുണ്ടരെ കവളത്ത് 4 അടി അടിക്കും. നീ എൻ്റെ മരുമോനോട് നീ എന്താടാ ചെയ്തത്? ആരാടാ നിനക്ക് എന്നോട് ഇത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കിന്. അപ്പോൾ ആ അഭിനയം കണ്ടപ്പോൾ നമ്മുടെ സുഭാഷ് കയറിയ ഗുണ്ടരെ നടുവിൽ നിൽക്കും. എന്താ സുഭാഷ് ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കും. അപ്പം സുഭാഷ് ചോദിക്കും, നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഒരാഴ്ചത്തേക്ക് ഇവരെ ഇവിടേക്ക് താമസിക്കാൻ വിട്ടത്? അതെ, അതിനെന്താണ്ടായേന്ന് ചോദിക്കും. എന്നിട്ട് ഇമാതിരി പണിയാണോ സാറേ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കും. നിങ്ങളുടെ അഭിനയം, നിങ്ങൾ പ്രായത്തിന് മൂത്തതല്ലേ, നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ വന്ന് അഭിനയിക്കുന്നില്ലേ, ഒരു ദിവസം മുഴുവൻ താമസിച്ച് ഭക്ഷണം കഴിച്ച് എന്നിട്ട് നിങ്ങൾ പിള്ളേരോട് ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് പറയും. എന്താ സുഭാഷേട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്, എന്താ ഉണ്ടായി എന്നൊക്കെ നിധി ചോദിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറയാന്ന് പറയും. അപ്പം ഹരീഷ് നമ്മുടെ നികേഷ് വിളിച്ചറിയ ഏട്ടത്തിൽ അച്ഛനാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറയും. അപ്പം നികേഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിധി ഇങ്ങനെ ആകെ ഞെട്ടണ്. അപ്പം നമ്മുടെ രാജീവൻ എന്തീ പറയണത്? ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിക്കും. നിങ്ങളെന്നാ കാറിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയ സമയം തുടങ്ങി നിങ്ങളെ ഞാൻ നിരീക്ഷിക്കാനാണ് എന്ന് പറയും. ഇവിടേക്ക് വിളിച്ചിട്ടുണ്ടെന്നപ്പോഴും ഞാൻ കൊല്ലാനാണെന്ന് വിചാരിച്ചില്ല, എന്തെങ്കിലും ഒരു പാര പണിയൊന്നോ വിചാരിച്ചിട്ടുണ്ടായുള്ളൂ എന്ന് പറയും. അപ്പം നിധി ഇങ്ങനെ ആകഞ്ഞിട്ടാണ്. അപ്പം ഇങ്ങനെ ഹരീഷ് വിളിച്ചു പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇങ്ങേരോടൊക്കെ എന്തിനാ മര്യാദയ്ക്ക് സംസാരിക്കണേ? നമ്മൊരല്പം വൈകണമെങ്കിൽ സുധീഷേൻ്റെ ഡെഡ് ബോഡിയും കൊണ്ടല്ലേ നമ്മളിവിടുന്ന് പോകേണ്ടി വന്നേനെ, പിന്നെ എന്തിനാ ഇങ്ങേരോട് മര്യാദ കാണിക്കണേന്ന് ചോദിക്കും. അതുകൂടെ കേട്ടപ്പോൾ നിധിക്ക് ആകെ തല തരിക്കുന്ന പോലെ തോന്നും. എന്തുണ്ടായത്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയും സുധീഷേന്ന്. കാറിൽ വെച്ച് എന്താ ഉണ്ടായെന്ന് ചോദിക്കും. കാറിൽ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ സുധീഷ് നിധിയോട് പറയുന്ന, ഒരാഴ്ചക്കുള്ളിൽ നിധിനെ നിന്നിൽ നിന്ന് പിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറയണതൊക്കെ നിധി ഇങ്ങനെ നെറ്റിലോടെ കേട്ടേക്കും. അത് മാത്രമല്ല, നിധി ഇവിടെ വന്നിട്ട് എന്നെ അപമാനിച്ചതൊക്കെ എന്താണെന്ന് അറിയുമെന്ന് ചോദിക്കും. ഇവിടെ വെച്ച് സുധീഷിന് എന്താ ഉണ്ടായത്, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. നിധി വീട്ടുകാരായിട്ട് സന്തോഷിക്കുന്നുണ്ടപ്പോൾ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം സഹിച്ചാണെന്ന് പറയും. എന്നിട്ട് കാർ ഡ്രൈവറിന് വിളിച്ചതും അപമാനിച്ചതും തറയിൽ തട്ടിയിട്ടതും ഭക്ഷണം വിളമ്പിയപ്പോൾ കറികളൊന്നും കൊടുക്കാത്തതും ആയത് കാര്യങ്ങളൊക്കെ അങ്ങനെ പറയണേ. നിധിക്ക് അതൊക്കെ കേട്ടപ്പോൾ ആകെ സങ്കടവും ദേഷ്യവും അപമാനമൊക്കെ തോന്നണ്. പറയും. അപ്പോഴത്തേക്കും രാജീവൻ പറയും, ഇതൊക്കെ കള്ളുണ്ട നിധി, നമ്മൾ രണ്ടുപേരെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ സൂത്രമാണ്, കുടുംബത്തോടെ ഒന്നിച്ച് വന്നേക്കണ് നമ്മളെ കുടുംബം തകർക്കാൻ. സുധീഷ് നമ്മുടെ അരുണിനോട് പറയും, അരുണെ നീ നിധിനെ കൊണ്ട് അകത്തേക്ക് പോയെന്നറിയാം. അപ്പോൾ അരുൺ വേഗം ഞൊണ്ടലൊക്കെ മറന്ന് വേഗം നിധിയുടെ അടുത്തേക്ക് ചെല്ലണ്. എൻ്റെ അമ്മനോടും പറയും, നീ കൊണ്ടുപോവാ, മോളെ കൊണ്ടുപോവാ, ഇവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാന്ന് പറയും. അങ്ങനെ നിധിനെ നമ്മുടെ അരുൺ പിടിക്കുന്ന വഴിക്ക് തൊട്ട് പോകരുത് തന്നെയെന്ന് പറയും. എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയും. നിങ്ങൾ ചതിച്ചതല്ലേന്ന് അറിയാം. അപ്പോൾ സുധീഷ് പറയും, സ്വർണ്ണാഭരണങ്ങളും പണവും തന്നപ്പോൾ തന്നെ എന്തോ ഒരു പാരെന്ന് എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയും വലിയ ദുഷ്ടത്തരം കാണിക്കാനൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ താഴ്ത്ത് വീണത് കൊണ്ട് മാത്രമാണ് നിധി ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ മരിച്ചേനെ, എന്നെ കൊന്നേനേന്ന് പറയും. അപ്പോൾ നമ്മുടെ നികേഷ് പറയും, നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാട്ടാ, എന്തിനാ നമ്മളിനി ഇതൊക്കെ മാറ്റി വയ്ക്കണേ, നമുക്ക് തെളിവുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നത്, അയാളെ കൊണ്ടുപോയി നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, വേണ്ടടാ സുധീഷ്, ഇവർക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി എന്ന് പറയും. അപ്പോഴത്തേനും നിധി ഒരു മിനിറ്റ് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയിട്ട് വരുമ്പോൾ 2 പേരുടെ ബാഗും കൊണ്ടാണ് ഇറങ്ങണത്. അപ്പോൾ നിധി, നീ എന്തീ കാണിക്കുന്നത്, നീ എന്തിനാ പോകണം, നീ ഒരിക്കലും പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ചേട്ടനും അച്ഛനും ഓടി ചെല്ലുമ്പോൾ, നിങ്ങളുടെ കാലും ഇപ്പോൾ പരിക്കൊന്നുമില്ലല്ലോ, അത് നിങ്ങളുടെ അഭിനയമായിരുന്നല്ലേ എന്ന് പറയും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലിൽ അച്ഛൻ സഹോദരൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറിപ്പോകരുത്. എനിക്ക് ഈ വീട്ടിലേക്കാളും സന്തോഷം ആ വീട്ടിൽ തന്നെയാണ് കിട്ടുന്നത്. അത് നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ കണക്കിന് ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങളെ ഇഷ്ടത്തിന് ഞാനും സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെയും കൊന്നു കളഞ്ഞേനല്ലാന്ന് പറയും. നിധി അനാവശ്യം പറയരുതെന്ന് പറയും. അനാവശ്യമൊന്നുമല്ല, സത്യം തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടെ പറയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ എന്നെയും കൊല്ലും സുധീഷിനെയും കൊല്ലും. അതുകൊണ്ട് ഇനി മേലിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകരുത്. അച്ഛൻ, സഹോദരൻ, അമ്മ എന്നുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു ഞാൻ. മേലിൽ ഒരെണ്ണം പോലും ഞങ്ങളുടെ മുറ്റത്തേക്ക് കടന്നു പോകരുതെന്ന് പറഞ്ഞ് നിധി വീണ്ടും ആട്ടണ്. എന്നിട്ട് നിധിനെ ഓടിച്ചെന്ന് രാജീവൻ പിടിക്കുമ്പോൾ തൊട്ട് പോകരുത് തന്നെ നിർത്തി പിടിച്ചൊരു ഒറ്റ ഉന്ത് കൊടുക്കും. അങ്ങനെ അയാൾ ശരിക്കും വീഴാൻ പോകും. അപ്പോഴത്തേനും അമ്മക്ക് അയ്യോ എന്ന് പറഞ്ഞ് കരയും. അങ്ങനെ അവരെല്ലാവരും കൂടെ പുറത്തിറങ്ങി അവിടെ നിൽക്കും മുറ്റത്ത്. അപ്പോൾ നിധി ഇങ്ങനെ വിഷമത്തോടെ സുധീഷിനോട്, സോറി സുധീഷ് എന്ന് പറയുമ്പോൾ, അതൊന്നും സാരില്ലടോ എന്ന് പറയും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും.
അകത്തേക്ക് കയറി പോകണം. അപ്പോൾ സുഭാഷ് പറയും വേണ്ടടാ ഇനി വഴക്കുണ്ടാക്കാനൊന്നും നീ ഒന്ന് പോകല്ലേ എന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് പോയിട്ട് വരട്ടേട്ടാ എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞിട്ട് വരട്ടേന്ന് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അളിയ ഒന്നും ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അരുണിനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി ആദ്യം തന്നെ 2 അടി ഒരു കവളത്ത് കൊടുക്കും, പിന്നെ രണ്ടാമത്തെ കവളത്തും കൊടുക്കും. ഇതെന്തിനാണെന്നറിയോ? ഇതെന്നെ ഈ വീട്ടിൽ വന്ന് അന്ന് തുടങ്ങി നിങ്ങൾ അപമാനിച്ചതിന്. പിന്നെ 2 അടിയും കൂടെ കൊടുക്കും. ഇതെന്തിനാണെന്നറിയോ? ഇത് നീ മുഖം മൂടി വെച്ചിട്ട് എന്നെ തല്ലിയേന്. നാണം ഇല്ലല്ലോടാ, ആണാണെങ്കിൽ മുഖം മൂടി വെക്കാണ്ടല്ലടാ തല്ലേണ്ടത്. അവൻ കള്ളത്തരം കാണിച്ച് തല്ലിയേക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കും. അവനെ 3-4 അടി കിട്ടുമ്പോഴത്തേനും രാജീവൻ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ മോനെ തൊട്ട് പോകരുതെന്ന് പറയും. അപ്പോൾ രാജീവൻ്റെ കുരയ്ക്ക് പിടിക്കും. എന്നിട്ട് പറയും നിങ്ങളെ ഞാൻ നിധിയുടെ അച്ഛനായതുകൊണ്ടല്ല തല്ലാത്തത്, പ്രായത്തിന് മൂത്തത് കൊണ്ട് മാത്രം, മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബൾബ് പോലത്തെ തല അടിച്ചുടയ്ക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടി, ഒരാഴ്ചയല്ല 1 വർഷം കാത്തിരുന്നാലും നിധിനെ എന്നിൽ നിന്ന് പിരിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും കഴിയില്ല, മനസ്സിലായല്ലോ? ഇപ്പം മനസ്സിലായില്ലേ മോളെ സ്വഭാവം എന്ന് പറഞ്ഞ് അരുണിനോട് പറയണേ. എനിക്കിങ്ങനെ തല്ലണം തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിന്നെ തല്ലിക്കൊണ്ടാട്ടോ ഡാലിയാന്ന് പറഞ്ഞു. പിന്നെ ഈ വണ്ടി ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ വണ്ടിയല്ലേ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് അല്ല കൊടുക്കാൻ. ഈ വണ്ടി ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരുവനന്തപുരത്ത് വന്ന് ഡ്രൈവറെ വിട്ട് എടുപ്പിച്ചോ. എങ്ങനെ? ഡ്രൈവറെ, നിങ്ങളല്ല, ഏതെങ്കിലും ഒരു ഡ്രൈവറെ വിട്ട് എടുപ്പിച്ചോളണം എന്ന് പറഞ്ഞ് നിധിയുടെ അടുത്തേക്ക് സുധീഷ് താക്കോലും കൊണ്ട് പോകണം. നീ എന്തിനാടാ പോയെന്ന് ചോദിക്കും. ഞാൻ ഈ വണ്ടി മേടിക്കാൻ പോയാണ്. ഈ വണ്ടിയോ? ഈ വണ്ടി നമുക്ക് എന്തിനാന്ന് പറയും. ഈ വണ്ടി വേണം ചേട്ടാ, നമുക്ക് ഈ വണ്ടിയും കൊണ്ട് പോകാം. അത് വേണ്ടടാ, നമുക്കൊരു ടാക്സി വിളിച്ച് പോകാമെന്ന് സുഭാഷ് പറയും. അത് സാരമില്ല, എന്നെ പെടുത്താൻ തന്ന വണ്ടിയല്ലേ ഇത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറെ വിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുപ്പിച്ചോട്ടെ എന്ന്. നമ്മുടെ നിധി പറയും അതെ അത് തന്നെയാണ് അതിൻ്റെ ശരി, നമ്മളോട് ചെയ്തതിന് ഇത്രയെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അവർ കാറിൽ കയറും. ഹരീഷ് എങ്ങനെയെങ്കിലും ഒരു വണ്ടി, ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ, അപ്പോൾ അയാളെ ഏൽപ്പിച്ച് ഒരു വണ്ടിയും കൊണ്ട് പോകാമെന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നത്. അതിനുശേഷം പിന്നെ കാറിലിരുന്നിട്ട് സുഭാഷ് ഇങ്ങനെ ചോദിക്കുന്നത് എന്താരും ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കും. അവൻ നിധി ഒന്നും മിണ്ടുന്നില്ല. നികേഷ് കിടന്ന് ഉറങ്ങായിരിക്കും. അപ്പം നികേഷ് എഴുന്നേറ്റ് ചോദിക്കും എന്തായിട്ടാന്ന് ചോദിക്കുക. നീ ഉറങ്ങി എഴുന്നേറ്റോ? ഉറങ്ങി എഴുന്നേറ്റ്, ഇന്നലെ മുഴുവൻ അലച്ചിലല്ലായിരുന്നു, ഉറക്കമില്ലാണ്ടെന്ന് പറയും. അപ്പം നിധി വീണ്ടും പറയും സോറി സുഭാഷ് ഏട്ടാന്ന് പറയും. എന്തിനാ മോളെ നീ എന്നോട് സോറി പറയണേന്ന് ചോദിക്കും. അല്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ ഞാൻ കാരണം നിങ്ങൾ എന്തെല്ലാം അനുഭവിച്ചു എന്ന് പറയും. അതൊന്നും സാരമില്ല എന്ന് പറയും. അങ്ങനെ നിധിനെ സമാധാനിപ്പിക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.